അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു പെൺകുട്ടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും പ്രതികൾക്ക് വേണ്ടി വാദിക്കാനും ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ അകത്ത് കിടക്കുന്ന ദിലീപിന് വേണ്ടി ഘോരം വാദിക്കുകയും ആ പെൺകുട്ടിയെ ഒരു ലജ്ജയുമില്ലാതെ അപമാനിക്കുകയുമാണ് ജനപ്രതിനിധി കൂടിയായ PC ജോർജ് ചെയ്തിരിക്കുന്നത്. PC ജോർജിന് കടുത്ത ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് നേരത്തെ മുതൽ ആരോപിക്കുന്ന PC ജോർജിന്റെ പുതിയ വാദം നടി ആക്രമിക്കപ്പെട്ടതിന് തെളിവില്ല എന്നതാണ്. ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എങ്കിൽ അടുത്ത ദിവസം തന്നെ അഭിനയിക്കാൻ എത്തിയത് എങ്ങനെയെന്ന് വരെ PC ജോർജ് ചോദിക്കാൻ മടിച്ചില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പൂഞ്ഞാർ MLAക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ഒന്നും മിണ്ടാതിരിക്കാൻ ആവത് ശ്രമിക്കുന്നുണ്ട്. എന്തു ചെയ്യാനെന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം തുടങ്ങുന്നത്. ആക്രമിക്കപ്പെട്ടതിന് പുറമെ ആ പെൺകുട്ടിക്കെതിരെ ഇത്ര നീചമായ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കുമെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് എങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ സാധിച്ചു? അവർ ഏത് ആശുപത്രിയിലാണ് അന്ന് പോയത് എന്നൊക്കെയാണ് പീഡിപ്പിക്കപ്പെട്ട നടി പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് പോയതിനെ പരിഹസിച്ച് PC ജോർജ് MLAയുടെ സംശയം. ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ അവൾ പുറത്തിറങ്ങാതെ കരഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണമെന്ന് ഒരു ജനപ്രതിനിധി തന്നെ പറയുകയാണ് എന്ന് ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാണിക്കുന്നു. പീഡനം എന്നത് താങ്കൾക്കൊരു തമാശയാണോ എന്നും PCയോട് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്. അതോ അവർ ഒരു നടിയായതുകൊണ്ടാണോ എന്നും ചോദ്യമുണ്ട്. PC ജോർജിന്റെ പെൺമക്കൾക്കാണിത് സംഭവിച്ചതെങ്കിൽ അവരെ വീട്ടിൽ പൂട്ടിയിടുമോ എന്നും അവർ നുണയാണ് പറയുന്നതെന്ന് അപ്പോഴും പറയുമോ എന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭാഗ്യലക്ഷ്മി ചോദ്യം ഉന്നയിക്കുന്നു. താങ്കൾ ഉള്ള കാര്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നവനാണെന്ന് സ്വയം അഭിമാനിക്കുന്നതും അതിന് കൈയടിക്കുന്നവരെയും മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പരിഹസിക്കുന്നു. പക്ഷേ ഇരയായ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് ഇത്തിരി ക്രൂരമായ പ്രസ്താവനയായി പോയി എന്ന് ഭാഗ്യലക്ഷ്മി ഓർമ്മപ്പെടുത്തി. PC ജോർജിന്റെ ഇത്തരം വാക്കുകൾക്ക് ജനം കൈയടിക്കുമെന്ന് കരുതരുത് എന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. ആരെ സംരക്ഷിക്കാനാണ് PC ജോർജിന്റെ ഈ നാടകം? പൾസർ സുനിയെയാണോ PC ജോർജിനെ സംരക്ഷിക്കേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നുണ്ട്. പൾസർ സുനിയും കൂട്ടരുമാണ് തന്നെ ഉപദ്രവിച്ചതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അപ്പോൾ PC ജോർജ് വാദിക്കുന്നത് പൾസർ സുനിക്ക് വേണ്ടിയാണോ എന്നും വ്യക്തമാക്കണമെന്ന് ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെടുന്നു. നല്ല ജനപ്രതിനിധി എന്ന പരിഹാസ രൂപേണ PC ജോർജിനെ പരാമർശിക്കുന്ന ഭാഗ്യലക്ഷ്മി അവനവന് വേദനിക്കണം, എന്നാലേ വേദന എന്തെന്നറിയൂ എന്നും ചൂണ്ടിക്കാണിക്കുന്നു. തോക്കും ചൂണ്ടി നടന്ന് റബ്ബറും ഏലവും പണവും മാത്രം കണ്ടു വളർന്ന താങ്കൾക്ക് പെണ്ണിന്റെ മാനം എന്തെന്നോ അപമാനം എന്തെന്നോ മനസ്സിലാവില്ലെന്നും വിമർശനമുണ്ട്. താരസംഘടനയായ അമ്മയ്ക്കെതിരെയും പോസ്റ്റിൽ പരാമർശമുണ്ട്. നടിയും ഞങ്ങളുടെ മകളാണെന്നാണ് അന്ന് അമ്മ ഭാരവാഹികൾ പറഞ്ഞത്. തന്റെ മകളെ അപമാനിച്ച PC ജോർജിനെതിരെ അമ്മ സംഘടന എന്തെങ്കിലും ചെയ്യുമോ എന്ന ചോദ്യത്തിലാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.